നമസ്കാരം. 10th ലെവൽ മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള സീരീസിൻ്റെ 13ാമത്തെ എപ്പിസോഡാണ് നമ്മൾ നിൽക്കുന്നത്. അതായത് 130 ചോദ്യങ്ങൾ നമ്മൾ ഇതോടുകൂടി ഈ ഒരു വീഡിയോ കഴിഞ്ഞുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ 120 ചോദ്യങ്ങൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി വരുന്ന ചോദ്യങ്ങൾക്ക് ഏകദേശം നമ്മൾ ചെയ്തിട്ടുള്ള മോഡലും അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് നമ്മൾ ഇതുവരെ ചെയ്ത ലോജിക്കുകൾ ഒരുപാട് സ്ഥലത്ത് അപ്ലൈ ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് ഇനി കുറച്ചുകൂടി സീരിയസ് ആയിട്ട് ഇതുവരെ നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ ചെയ്തു വന്നുവെങ്കിൽ ഇനി നമ്മൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസം ചെയ്ത ചോദ്യങ്ങളൊക്കെ മറിച്ച് നോക്കാതെ, ആ ചോദ്യങ്ങൾ വീണ്ടും മറിച്ച് നോക്കി പഠിക്കാതെ നമുക്ക് മെമ്മറിയിൽ നിന്ന് നമ്മൾ ചെയ്തത് എങ്ങനെയാണ് എന്ന് ഓർത്തെടുത്തുകൊണ്ട് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് മീൻസ് അത് കാണാതെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ ആ ലോജിക്ക് കഴിഞ്ഞാൽ ചെയ്ത ലോജിക്ക് വഴി ചിന്തിക്കുകയും ഇപ്പോഴത്തെ എല്ലാ എക്സാമുകളിലും നമ്മൾ കുറച്ച് ലോജിക്കൽ പരമായിട്ടൊക്കെ നമ്മൾ ചിന്തിച്ചാലേ പറ്റുള്ളൂ. പഴയതുപോലെ ഫോർമുല പഠിക്കുക ചെയ്യുക ആ ഒരു രീതിയിൽ നടക്കില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി ലോജിക്കൽ പരമായിട്ടൊക്കെ ചിന്തിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ എങ്ങനെയാണ് ചെയ്തത് എന്നുള്ളൊരു സാധനമൊക്കെ ഓർത്ത് ചെയ്യാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിനി വരുന്ന എക്സാംസ് എഴുതാൻ പറ്റുള്ളൂ. പഴയ രീതിയിൽ നമ്മൾ പഠിച്ചു വന്നു കഴിഞ്ഞാൽ നമുക്കിനി ചെയ്യാൻ പറ്റില്ല. ഇപ്പോഴത്തെ പാറ്റേൺ ക്വസ്റ്റ്യൻസ് എഴുതുന്നത് നിങ്ങൾക്ക് അവർ അറിയാമെന്നുള്ളതാണ്, ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ എഴുതാൻ ശ്രമിക്കുക. സ്വന്തമായിട്ട് മാക്സിമം ശ്രമിക്കുക. സമയം എടുത്തോട്ടെ, നിങ്ങളുടെ മാക്സിമം ശ്രമിച്ച് ആൻസറിലേക്ക് എത്താൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ വീഡിയോയിലേക്ക് നോക്കാനും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാൻ മുമ്പ് നിങ്ങൾക്ക് പറ്റുന്നെങ്കിൽ നിങ്ങളുടെ മാർക്ക് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ നിങ്ങൾ പറയാം. നിങ്ങൾക്ക് പറ്റുന്നതാണെങ്കിൽ, നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യുകയും ചെയ്യും. ഇന്നത്തെ 10 ചോദ്യങ്ങളിലേക്ക്. പാദവക്കിന്റെ നീളം 10 സെന്റിമീറ്റർ, ഉയരം 12 സെന്റിമീറ്റർ ആയ ഒരു സമചതുര സ്തൂപികയുടെ വ്യാപ്തം എന്ത്? സമചതുര മീൻസ് സ്ക്വയർ പിരമിഡ് നമ്മൾ പറയും. അതിന്റെ വോളിയം എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് എന്തറിയണം? അതിന്റെ ഫോർമുല അറിയണം. നമുക്ക് ഫോർമുല എഴുതാം. വോളിയം എന്ന് പറയുന്നത് 1/3 a²h എന്നാണ്. ചിലർ ഇതിനെ 1/3 b²h എന്ന് പഠിക്കാറുണ്ട്. ബി മീൻസ് ബേസ് എഡ്ജ് എന്നുള്ള രീതിയിൽ ബൈ എന്നും പഠിക്കാറുണ്ട്. നമ്മൾ എ ഇട്ട് പഠിക്കുകയാണ്. എ എന്ന് പറഞ്ഞാൽ പാദവക്കിന്റെ അതിന്റെ ബേസ് എഡ്ജിന്റെ നീളം ഇതാണ് എ. ഇനി ഹൈറ്റ് നമുക്കറിയാതെ h ആണ് എന്ന് നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, വെറുതെ പറക്കിയിട്ട് കൊടുത്താൽ മതി. പറക്കിയിടാം. എങ്ങനെ പറക്കിയിടുക? 1/3 ഇൻറ്റു എക്ക് പകരം 10 കൊടുക്കും. 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10 അല്ലേ? 10ന്റെ സ്ക്വയർ മീൻസ് 10 × 10. എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഹൈറ്റ് ആണ്. ഹൈറ്റ് എത്രയാ? ഹൈറ്റ് 12 ആണ്. പറക്കി വെച്ചു. നമുക്കിനി ഇത് ക്യാൻസൽ ചെയ്യാം. 3ഉം 12 തമ്മിൽ ക്യാൻസൽ ചെയ്യുമ്പോൾ 4 3 12. ക്ലിയർ അല്ലേ? സോ നമുക്ക് നോക്കാം. 10 × 10 100, 100 × 4 400. സോ ആൻസർ 400 എന്നാണ്. സോ ആൻസർ ഇതാണ്. സിമ്പിളാണ്. ഫോർമുല അറിയാമെങ്കിൽ വളരെ പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. ഇതിന്റെ 3 ഡയമെൻഷൻ ഫിഗേഴ്സിന്റെ ഒക്കെ ഏരിയ, വോളിയം ഒക്കെ നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾക്ക് അറിയില്ല എങ്കിൽ കൃത്യമായിട്ടും കമന്റ് ചെയ്യുക. നമുക്ക് അതിന്റെ വോളിയം അതിന്റെ ലിങ്ക് നമുക്ക് തരാം. അടുത്ത ക്വസ്റ്റ്യൻ, 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക എന്ത്? ഒറ്റ സംഖ്യകളുടെ തുക നമുക്കറിയാം. അതിന്റെ ഇക്വേഷൻ സം എന്ന് പറയുന്നത് n² ആണ്. ഒറ്റ സംഖ്യയുടെ തുക. പക്ഷേ n എന്ന് പറഞ്ഞാൽ എന്താ? അവസാനത്തെ ടേം അല്ല, എണ്ണമാണ്, സംഖ്യകളുടെ എണ്ണമാണ്. ഇവിടെ ശ്രദ്ധിച്ച് ചെയ്യണം. 1 മുതൽ 100 വരെ കാണുമ്പോൾ നമ്മൾ 100 എന്ന് എടുക്കും. n എന്ന് പറഞ്ഞാൽ 100 എന്ന് എടുക്കും. അങ്ങനെയല്ല. നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ 2 രീതിയിൽ നമ്മളോട് ചോദിക്കാം. ആ 2 രീതി നമ്മൾ പഠിക്കണം. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകൾ. ഈ 1 മുതൽ 100 വരെ എത്ര ഒറ്റസംഖ്യകൾ ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. 1 മുതൽ 100 ഉള്ള സംഖ്യകളിൽ 50 ഒറ്റസംഖ്യകളും 50 ഇരട്ടസംഖ്യകളും ആയിരിക്കും. ഈ 50 ഒറ്റസംഖ്യ 50 ഇരട്ടസംഖ്യ ആകുമ്പോഴാണ് 100 എണ്ണസംഖ്യ ആവുന്നത്. അപ്പോൾ 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റസംഖ്യകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? അത് 50 ആണ്. 50ന്റെ സ്ക്വയർ ആണ്. അതായത് 5 × 5 അല്ലെങ്കിൽ 5ന്റെ സ്ക്വയർ 25 ആണ്. 2 0. എങ്ങനെ ചെയ്യാം? 5ന്റെ സ്ക്വയർ എടുക്കുക, 25 എഴുതുക. 0 ഒരു 0 ഉള്ളത് 1 × 2 2. അപ്പോൾ 2 0 ഇടുക. അപ്പോൾ ഇതൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കും. എന്ത് കുഞ്ഞു ഡൗട്ടുകളാണെങ്കിലും നിങ്ങൾ ചോദിക്കണം കേട്ടോ. അപ്പോൾ 2500 ആണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഇതുപോലെ മറ്റൊരു തരത്തിൽ ചോദ്യം ചോദിക്കാറുണ്ട്. ഇപ്പോൾ എന്താ ചോദിക്കുന്നത്? 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ സംഖ്യകളുടെ തുക. ഇനി ചോദിക്കും ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ തുക. അങ്ങനെയാണെങ്കിൽ 100ന്റെ സ്ക്വയർ എടുക്കുക. തിരിഞ്ഞു പോകരുത്. 1 മുതൽ 100 വരെയുള്ള തുടർച്ചയായ ഒറ്റ സംഖ്യകളുടെ തുക ചോദിച്ചാൽ 50 എണ്ണേ വരുള്ളൂ. ഇനി എന്താണ് ചോദിക്കുന്നത്? ആദ്യത്തെ 100 ഒറ്റ സംഖ്യ. ആദ്യത്തെ ഒറ്റ സംഖ്യ എണ്ണം എത്രയാ? 100 എണ്ണമാണ്. എണ്ണമാണ് എപ്പോഴും എന്നായിട്ട് എടുക്കേണ്ടത്. കൺഫ്യൂഷൻ ആയി പോകരുത്. അത് നോട്ട് ചെയ്ത് വെച്ച് തന്നെ പഠിക്കാം. നോക്കുമ്പോൾ അടുത്ത സീക്വൻസ് ആണ് 2 5 12 27 58. അടുത്ത ഏതെന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം ഇത് എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് നോക്കിയിട്ട് പോവാം. എന്താ പ്രത്യേകത? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു റയർ ആയിട്ടുള്ളതെന്നല്ല, മീൻസ് ഒരു ആവറേജ് രീതിയിലുള്ള ചോദ്യമാണ്. 2 5 ദെൻ 12 27 58 ഡാഷ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഈ സംഖ്യയെ 2 കൊണ്ട് ഗുണിക്കുക, 1 കൂട്ടുക. 2 കൊണ്ട് 2 4, 4 + 1 5. വീണ്ടും ഇതിനെ 2 കൊണ്ട് ഗുണിക്കുക, 10 2 കൂട്ടുക. കണ്ടോ? 5 × 2 ഇവിടെ 2 × 2 + 1 5 × 2 + 2. അടുത്ത സംഖ്യ എത്രയാണ്? 12. എന്ത് ചെയ്യുക? 12നെ 2 കൊണ്ട് ഗുണിക്കുക, 24 + 3 27.
അതെന്തായിരിക്കും? ഈ 57-നെ സോറി 27-നെ എത്ര കൊണ്ട് ഗുണിക്കുക? എല്ലാത്തിനെയും ഇത് ഒരേ പാറ്റേണിലാണ് പോകുന്നത്. 2-നെ 2 കൊണ്ട് ഗുണിക്കുക 1 കൂട്ടുക, 5-നെ 2 കൊണ്ട് ഗുണിക്കുക 1 കൂട്ടുക, 12-നെ 2 കൊണ്ട് ഗുണിക്കുക 3 കൂട്ടുക. ഇനി 27-ന് എന്ത് ചെയ്യുക? 27-നെ 2 കൊണ്ട് ഗുണിക്കുക 4 കൂട്ടുക. നമ്മൾ 3 കൂട്ടി 4 കൂട്ടുക. നോക്കി 27 കൊണ്ട് 54 പ്ലസ് 4 58. ഇനി 58 എത്താൻ ചെയ്യേണ്ട? 58-നെ 2 കൊണ്ട് ഗുണിക്കുക 5 കൂട്ടുക, 52 ഗുണിക്കുമ്പോൾ 116 പ്ലസ് 5 121. സോ ആൻസർ 121 എന്ന് നമുക്ക് കിട്ടും. 120. ഇപ്പോൾ ഇതൊരു റയറായിട്ടാണെങ്കിൽ പറയാം, പെട്ടെന്ന് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന സാധനമല്ല. പെട്ടെന്ന് നോക്കിയിട്ട് 3 വീതം കൂട്ടിപ്പോയി എന്ന് പറയാൻ പറ്റുന്ന സാധനമല്ല. ഇതൊരു കുഞ്ഞ് ഡൗട്ട് നമുക്ക് വരാമെന്നുള്ള ചോദ്യം, സമയം കുറച്ചെടുക്കുന്നത്. അത് ആണ് നമ്മൾ പറഞ്ഞ ഈ ശ്രേണികളൊക്കെ നമ്മൾ എപ്പോഴും എക്സ്പീരിയൻസ് കൊണ്ട് ചെയ്തുകൊണ്ട് കിട്ടുന്ന സാധനമാണ്. എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ ഒത്തിരി ചോദ്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവുന്ന സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന സാധനം നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. നമ്മൾ മുൻപ് 30-50 ചോദ്യങ്ങളൊക്കെ വെച്ചിട്ട് ബൾക്കായിട്ട് ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ബോറടിക്കാതെ, കാര്യം നമ്മൾ എപ്പോഴും വിട്ട് കളയുന്ന ഒരു സാധനമാണ് ഈ ശ്രേണികൾ. നമുക്ക് സിമ്പിളായിട്ട് കിട്ടുമെന്ന് വിചാരിക്കുന്ന സാധനം, പക്ഷേ എക്സാം ഹാളിൽ ഇതുപോലെ ചോദ്യം ചോദിക്കുമ്പോൾ ഒന്നാമത് നമ്മൾ എക്സാമിന് ടെൻഷനിലായിരിക്കുന്നത്. എക്സാം കുറച്ച് ടഫ് ആണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിക്ക് പോകരുത്. എല്ലാം നമുക്ക് ചെയ്ത് തന്നെ പഠിക്കണം. മാത്സ് എപ്പോഴും ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, ശരി. അടുത്ത ഒറ്റയാൻ ആര് എന്നുള്ള ചോദ്യമാണ്. ഇതിൽ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താണ്? 2, 5, 17 ഈ 3 സംഖ്യകളും എന്താണ്? അഭാജ്യ സംഖ്യകളാണ്. അതുകൊണ്ട് 27 നമുക്കൊരു ഭാജ്യസംഖ്യയാണ്. സോ 27 നമുക്ക് ആൻസർ ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് ഈ ഒറ്റയാൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആൻസർ, നമ്മുടെ ലോജിക്ക് അനുസരിച്ച് പല ആൻസർ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ PSC പറയുന്ന ആൻസർ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് 27 എടുക്കാം, കാര്യം അതൊരു ഭാജ്യ സംഖ്യ ആണ് എന്ന് പറയാം. ശരി. ഒരാളോട് ഒരു 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെട്ടു. അത് പൂർണ്ണവർഗമാകാനുള്ള സാധ്യത, പ്രോബബിലിറ്റിയാണ്, ചാൻസ് ആണ് ചോദ്യം. പ്രോബബിലിറ്റി ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. SCRT ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ SCRTക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇത് SCRT ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരാളോട് 10ാം ക്ലാസ്സിൽ SCRT പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ 7ാം ക്ലാസ് വരെ SCRT എത്തിയിട്ടുണ്ട്. നമുക്ക് 8, 9, 10 ചെയ്യാനുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ മുൻപ് ഈ ഒരു ടോപ്പിക് ചെയ്തിട്ടുണ്ട്, പ്രോബബിലിറ്റി ടോപ്പിക് SCRT ടെക്സ്റ്റ് ബുക്കിലെ പ്രോബബിലിറ്റി നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിവേ, ഇവിടെ നമുക്ക് ഒരാളോട് 2 അക്ക സംഖ്യ പറയാൻ ആവശ്യപ്പെടുകയാണ് അല്ലേ? അപ്പോൾ 2 അക്ക സംഖ്യ എന്ന് പറയാൻ ആവശ്യപ്പെടുന്നു. അത് പൂർണ്ണവർഗമാകാനുള്ള സാധ്യതയാണ് ചോദ്യം. ഈ സാധ്യത അല്ലെങ്കിൽ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന്റെ ഫോർമുലയുണ്ട്. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ ഫലങ്ങളുടെ എണ്ണം എന്നാണ്. അനുകൂല ഫലങ്ങളുടെ എണ്ണം ബൈ ആകെ. അങ്ങനെയൊന്നും പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് വളരെ സിമ്പിളായിട്ട് പഠിക്കാം. നമുക്ക് ആവശ്യമായതിൻ്റെ എണ്ണം ബൈ ടോട്ടൽ. നമുക്ക് എന്താണോ ആവശ്യം, എന്താണോ കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ എണ്ണം ബൈ ടോട്ടൽ എന്നാണ്. നോക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 2 അക്ക സംഖ്യകളുടെ എണ്ണം. പക്ഷെ 2 അക്ക സംഖ്യയല്ല വേണ്ടത്, പൂർണ്ണവർഗമായിട്ടുള്ള 2 അക്ക സംഖ്യകളുടെ എണ്ണം അല്ലേ? പൂർണ്ണവർഗം എത്ര എന്നല്ലേ ചോദ്യം. 2 അക്ക സംഖ്യ എവിടെ തുടങ്ങുക? 10ലാണ് തുടങ്ങുക. 10 തുടങ്ങി എവിടെ അവസാനിക്കും? 99 അവസാനിക്കും. അപ്പോൾ നമ്മുടെ ഫോർമുല എന്താണ്? നമുക്ക് ആവശ്യമായതിൻ്റെ എണ്ണം ബൈ ആകെ. അപ്പോൾ നമുക്ക് ആകെ കണ്ടുപിടിക്കാം. എന്താ ആകെ നമുക്ക് നോക്കാം. ആകെ എന്ന് പറഞ്ഞാൽ എന്താ? 10 മുതൽ 99 വരെ എത്ര? നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ലിങ്ക് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുക്കാം, പ്രോബബിലിറ്റിയുടെ ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലിക്ക് ആവും. മനസ്സിലാവാത്ത പ്രോബബിലിറ്റി ലിങ്ക് കയറി കാണുക. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യനാണ്. സോ 10 മുതൽ 99 വരെ ആകെ എത്ര സംഖ്യകളുണ്ടെന്നല്ല കണ്ടുപിടിക്കുക. എളുപ്പമുണ്ട്, സിമ്പിളാണ്. ഒന്നുകിൽ ഫോർമുല യൂസ് ചെയ്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സമാന്തര ശ്രേണി പഠിച്ച ഫോർമുല. 10 മുതൽ 99 വരെയുടെ സമാന്തര ശ്രേണിയാണ്. കാര്യം 10 മുതൽ 99 മീൻസ് 1 വീതം കൂട്ടി പോകുന്ന 10, 11, 12 അങ്ങനെ പോകുന്ന സംഖ്യ. അപ്പോൾ ഇതിനകത്ത് എത്ര സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പവഴി എണ്ണൽ സംഖ്യകളാണ് അല്ലേ? അപ്പോൾ എണ്ണൽ സംഖ്യകൾക്കകത്ത് എത്ര സംഖ്യ കണ്ടുപിടിക്കാൻ, ഒരു സംഖ്യ മുതൽ മറ്റൊരു സംഖ്യ വരെ എത്ര സംഖ്യ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ ചെയ്യേണ്ടത് 99 മൈനസ് 10, വലുത് മൈനസ് ചെറുത്. 99 മൈനസ് 10 എത്രയാ? 89. അതിനോടൊപ്പം 1 കൂട്ടുക, 90 സംഖ്യകളുണ്ടാവും. അതാണ് എളുപ്പം. 10 മുതൽ 15 എത്ര സംഖ്യയുണ്ട്? 10 മുതൽ 15 6 സംഖ്യകളുണ്ട്. 15 മൈനസ് 10 10, 11, 12, 13, 14, 15 ഉണ്ട്. നമുക്ക് 5 എന്നാ തോന്നുക, പക്ഷേ 6 ഉണ്ട്. അതെങ്ങനെയാ? 15 മൈനസ് 10 പ്ലസ് 1 അങ്ങനെ കിട്ടുക. അപ്പൊ ടോട്ടൽ 90 ഉണ്ട്. ഇനി ആവശ്യമുള്ളതിലാണ് എന്താ ആവശ്യമുള്ളത്? 2 അക്ക സംഖ്യകളല്ല ആവശ്യമുള്ളത്, 2 അക്ക സംഖ്യയായ പൂർണ്ണവർഗ സംഖ്യയാണ് ആവശ്യം. പൂർണ്ണവർഗ സംഖ്യ നമുക്ക് നോക്കാം. പൂർണ്ണവർഗ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്ക്വയറുള്ള സംഖ്യകൾ, സ്ക്വയർ റൂട്ടുള്ള സംഖ്യകൾ. നോക്കാം. 10ന് ശേഷം വരുന്ന 99ന് മുമ്പുള്ള പൂർണ്ണവർഗമായ സംഖ്യകൾ നോക്കാം. 16, 25, 36, 49, ദെൻ 7, 8, 64, ദെൻ 9, 81, 6 എണ്ണം ഉണ്ട്, 6 എണ്ണം. സോ അതിൻ്റെ എണ്ണം മുകളിൽ എഴുതുക. 6/90. ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കില്ല, ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 1/15 എന്ന് കട്ട് ചെയ്ത് എഴുതാൻ പറ്റും, 6 കൊണ്ട് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 1/15 എന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. പക്ഷേ ആൻസറിൽ 6/90 കിടക്കുന്നതുകൊണ്ട് നമ്മൾ എന്തിനു ചൂസ് ചെയ്യും? 6/90 ചൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ഫോർമുല പഠിക്കുക. പ്രോബബിലിറ്റിയുടെ SCRT ചെയ്ത സാധനം നമ്മൾ താഴെ കൊടുക്കാം. അതായിരിക്കും നമുക്ക് കൂടുതൽ ബെറ്റർ. ചിലപ്പോൾ ഇത് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവില്ല, കാര്യം ഒരുപാട് കഥയുള്ള സാധനമാണ്. അത് നമ്മൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ സാധനമാണ് കേട്ടോ.
സമയം 3:30 കോണള ബന്ധം. ഞാൻ വളരെ സിമ്പിളായിട്ട് എഴുതിയിരിക്കുകയാണ്. നമുക്കറിയാം മിനിറ്റ് സൂചിക്കും അവർ ഹാൻഡിനും ഇടയിലുള്ള കോണളവാണ് ചോദ്യം. 3:30 നമ്മൾ ഒരുപാട് ചെയ്ത ചോദ്യം. നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 3:30 എങ്ങനെ ചെയ്യാം? 3നെ നമ്മൾ അതുപോലെ ഇറക്കി എഴുതും അല്ലേ? എന്നിട്ട് 30നെ സൂചിപ്പിക്കുന്ന ആ മിനിറ്റിനെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം ഏത് നോക്കി. എപ്പോഴാണ് 30 എന്ന് പറയാം? നമ്മൾ 5:30 സൂചി മിനിറ്റ് ഹാൻഡ് 6ൽ നിൽക്കുമ്പോഴല്ലേ 30 എന്ന് പറയാം. അപ്പോൾ 30നെ സൂചിപ്പിക്കുന്ന ക്ലോക്കിലെ അക്കം എഴുതുക. ഇത് തമ്മിൽ കുറയ്ക്കുക. കിട്ടുന്ന ഉത്തരത്തിനെ 30 കൊണ്ട് ഗുണിക്കുക. ഏത് ചോദ്യമായാലും 30 കൊണ്ട് ഗുണിക്കുക. അതിനോടൊപ്പം 15 കൂട്ടുക. അതിനോടൊപ്പം എന്ത് കൂട്ടുക? ഈ മിനിറ്റ് എത്രയാണോ അതിന്റെ പകുതി കൂട്ടുക. അതായത് 15 കൂട്ടുക. ഇവിടെ 30 ആണെങ്കിൽ 15 കൂട്ടുക. അവിടെ 50 ആണെങ്കിൽ 25 കൂട്ടുക. എനിവേ ഇവിടെ വരുന്ന മിനിറ്റ് എന്താണോ അതിന്റെ പകുതി കൂട്ടുക. നോക്കാം. 3 - 6 എത്രയാണ്? -3 അല്ലേ? ഇൻറ്റു 30 പ്ലസ് 15. ബോർഡ് മാസ് അനുസരിച്ച് ആദ്യം ഗുണനമേ ചെയ്യാൻ പാടുള്ളൂ. 3 × 30 90 ആണ്. വിത്ത് മൈനസ് സൈൻ -90 പ്ലസ് 15. ശരിയല്ലേ? -90 പ്ലസ് 15 ചിഹ്നങ്ങൾ വ്യത്യസ്തമല്ലേ? 90 സൈൻ മൈനസും 15ന്റെ സൈൻ പ്ലസും അല്ലേ? 90 - 15 75 വിത്ത് നെഗറ്റീവ് സൈൻ. നെഗറ്റീവ് സൈൻ കളയുക. 75 ഡിഗ്രി എന്നെടുക്കുക. ആൻസർ ഈസ് 75 ഡിഗ്രി. നോക്കാം. ഇതാണ് ആൻസർ 75 ഡിഗ്രി. ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞ ചോദ്യമാണ്. മൈനസ് വരുമ്പോൾ ശ്രദ്ധിച്ചോളൂ. മൈനസ് ഉൾപ്പെടെ തന്നെ എടുക്കുക. ലാസ്റ്റ് കിട്ടുന്ന ആൻസർ മൈനസ് കളയുക. മൈനസ് കളഞ്ഞിട്ട് എടുക്കാൻ പാടില്ല. അപ്പോൾ ഇതായിരുന്നു ഈ ചോദ്യങ്ങൾ. ബാക്കിയുള്ള ചോദ്യങ്ങളിലേക്ക് വരാം നമുക്ക്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. 20 എന്നുള്ളതിനെ ഈ നമ്പർ ഉപയോഗിച്ചും 11 ഈ നമ്പർ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്യാമെങ്കിൽ 12നെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? നമ്മൾ നോക്കേണ്ടത് എണ്ണം നോക്കും. 1 2 3 4 5 6. ഇവിടെ 1 2 3 4 5. അതായത് ഒരു നമ്പർ, ഒരു ലെറ്ററിന് ഒരു നമ്പർ, അതായത് ഒരു ലെറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് വെച്ച് നമുക്കൊന്ന് ഗസ് ചെയ്യാം. സാധാരണ നമ്മൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ചിലതിൽ നമ്പറുകൾ കൊടുത്ത് നമ്പറിന്റെ പൊസിഷന്റെ എണ്ണം എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ടി എന്ന് പറഞ്ഞ 19ാമത്തെ ലെറ്റർ ആണെങ്കിൽ 19 1 9 10 10 എടുക്കും. ബാക്കിയെല്ലാം കൂട്ടി അക്കങ്ങൾ കൂട്ടിയിട്ടായിരിക്കും എടുക്കുക. ഇവിടെ അങ്ങനെയല്ല. കറസ്പോണ്ടിങ് ആയിട്ട് ടിക്ക് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡബ്ല്യു നമ്പർ കൊടുത്ത് നമുക്ക് നോക്കാം ശരിയാവുന്നത്. നോക്കിയേ, ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്പർ എത്ര? 8 ആണ്. എങ്കിൽ ഇവിടുത്തെ ടി നോക്കിയേ. ഇത് നമുക്ക് പെട്ടെന്ന് എഴുതണമെങ്കിൽ താഴത്തെ എഴുതി നോക്കിയാൽ മതി. നമുക്ക് അതിനുള്ള സമയമൊന്നും എക്സാം ഹാളിൽ കിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറഞ്ഞത്. നമ്മൾ അങ്ങനെ എഴുതി പഠിച്ചു കഴിഞ്ഞാൽ എപ്പോഴും അങ്ങനെ തന്നെ പോകും. അതായത് 20 എടുത്ത് എഴുതുക, അതിന്റെ താഴെ നമ്പർ എടുത്ത് എഴുതുക, കറസ്പോണ്ടിങ് നോക്കുക. അപ്പോൾ അതിനേക്കാൾ ബെറ്റർ നമുക്ക് പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. നമുക്ക് ഇവിടെ നോക്കാം. ടി നോക്കിയേ, ടി എന്ന് പറഞ്ഞാൽ 8. ഇവിടെ നോക്കിയേ, ടി തൊട്ട് ഈ ലാസ്റ്റ് തൊട്ടുമ്പോൾ നമ്പരാ നോക്കി, അതും 8. അപ്പോൾ ടിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലായിടത്തും 8 ആയിരിക്കും കൊടുക്കുന്നത്. മനസ്സിലായി? അതുപോലെ നമുക്ക് വേറെ നമ്പർ നോക്കാം. ഈ നോക്കിയേ, ഈ മിഡിൽ 3ാമത്തെ നമ്പരാ. ഇതാ 3. ശരിയല്ലേ? ഇവിടെ നോക്കിയേ, ഇക്ക് 3 കൊടുത്തിരിക്കുന്നത്. ഇക്ക് 3. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓരോ ലെറ്ററിനും ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് നോക്കാം. 12 എന്ന് പറഞ്ഞ നമ്പർ നമുക്ക് നോക്കാം. ടി ഫസ്റ്റ് ടിക്കാണ് കൊടുക്കുക. 12 എന്ന് എഴുതാം അല്ലേ? മനസ്സിലാൻ വേണ്ടി 12. ശരി, ടിക്കുള്ള നമ്പർ നമുക്ക് നോക്കാം. ടിക്ക് നമ്പർ എത്രയാ? 8. ഡബ്ല്യുവിന് ഏതാ? ഡബ്ല്യുവിന് 6 അല്ലേ? ഇക്ക് ഇതിന്റെ ആൻസർ ഇവിടെ നോക്കി 8 പറ, എല്ലാം 8 പറ. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ഏതാ? ഇക്ക് 3 കൊടുത്തിരിക്കുന്നത് അല്ലേ? ഈ 3. ഇതിന് എൽ എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്. എൽ രണ്ടാമത്താ. സോ 2 കൊടുത്തിരിക്കുക. ദെൻ വി ഇവിടെ വി ഉണ്ടോ നോക്കി. വി ഉണ്ട്. ഇതാ 1 2 3 4ാമത്തെ ലെറ്റർ വി. 1 2 3 4ാമത്തെ ലെറ്റർ 0 അല്ലേ? ഇക്ക് നമുക്കറിയാം 3 ആണ്. സോ 86 32 0 3. 86 32 0. ഇതാണ് ആൻസർ. സിമ്പിളാ, ഒന്നുമില്ല അതിനകത്ത്. അടുത്തത് ബ്ലഡ് റിലേഷൻ ആണ്. ഗണേഷിന്റെ അച്ഛൻ രാധികയുടെ സഹോദരനാണ്. രാധിക ഗണേഷിന്റെ ആരാണ്? അപ്പൊ ഗണേഷിന്റെ അച്ഛൻ നമുക്കൊന്ന് വെറുതെ മാർക്ക് ചെയ്യാം. പെട്ടെന്ന് കിട്ടുന്ന സാധനമാണ്. ഗണേഷ് എന്നൊരാളുണ്ട്, ഗണേഷിന്റെ അച്ഛൻ. അപ്പൊ ഇങ്ങോട്ട് അച്ഛൻ ഇങ്ങനെ എഴുതാം, അച്ഛൻ അല്ലെ? ഇങ്ങോട്ട് മകനും, അച്ഛനും മകനും വരും അല്ലെ? ഗണേഷിന്റെ അച്ഛൻ എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അച്ഛൻ എന്ന് പറയുന്നത് രാധികയുടെ സഹോദരനാണ്. അപ്പൊ രാധിക, സഹോദരൻ സഹോദരിക്ക് നമ്മൾ എപ്പോഴും പാരലായിട്ട് എഴുതുക. രാധിക. അപ്പൊ ഇവര് സഹോദരങ്ങളാണ് അല്ലെ? സഹോദരങ്ങളാണ്. അപ്പോൾ ഗണേഷിന്റെ അച്ഛൻ രാധികയുടെ സഹോദരനാണ് അല്ലെ? എങ്കിൽ രാധിക ഗണേഷിന്റെ ആരാണ്? വളരെ സിമ്പിൾ ആണ്. അച്ഛന്റെ സഹോദരി. അച്ഛന്റെ സഹോദരി എന്ന് പറഞ്ഞാൽ അമ്മായിയാണ് ആൻസർ. സോ വളരെ പെട്ടെന്ന് കിട്ടും അമ്മായി അല്ലെ? അതിൽ വലിയ ബുദ്ധിമുട്ടുള്ളതല്ല, പെട്ടെന്ന് കിട്ടുന്ന ആൻസറാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമായി പോയി അല്ലേ അത്? അഖിൽ 8 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം 5 മീറ്റർ തെക്കോട്ട് നടന്നു. എന്നിട്ട് 20 മീറ്റർ കിഴക്കോട്ട്. തുടങ്ങിയ സ്ഥലത്ത് നിന്നും എത്ര അകലെയാണ്? സോ ഇവിടെ എന്ത് പറയുന്നുണ്ട്? ദിശ പറയുന്നുണ്ട്. നമുക്ക് ദിശ ഒന്ന് മാർക്ക് ചെയ്യാം. ഇവിടെ ദിശ ഇങ്ങനെയാണ് അല്ലെ? ഇവിടെ വടക്ക്, ഇവിടെ തെക്ക്, ഇവിടെ കിഴക്ക്, ഇവിടെ പടിഞ്ഞാറ്. നോക്കാം എന്താ പറയുന്നത്. അഖിൽ 8 മീറ്റർ പടിഞ്ഞാറോട്ട് നടന്ന ശേഷം 8 മീറ്റർ പടിഞ്ഞാറോട്ട് നടക്കുക. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇതാണ് പടിഞ്ഞാറ് അല്ലെ? ഇങ്ങോട്ട് നടക്കുക. 8 മീറ്റർ നടന്നു. ഇനി എന്താ ചെയ്യുക? എന്നിട്ട് 5 മീറ്റർ തെക്കോട്ട് നടന്നു. ഇതാണ് തെക്കോട്ട് നടക്കുമ്പോൾ ഇങ്ങോട്ടാണ് തെക്കോട്ട്. അപ്പൊ 5 മീറ്റർ ഇങ്ങോട്ട് നടന്നു. ശരിയല്ലേ? ഇനി എന്താ പറയുക? എന്നിട്ട് 20 മീറ്റർ കിഴക്കോട്ടും. 20 മീറ്റർ കിഴക്കോട്ട്. കിഴക്കെന്ന് പറഞ്ഞാൽ അങ്ങോട്ടല്ലേ? അപ്പൊ 20 മീറ്റർ 8നേക്കാൾ കൂടുതലായിരിക്കണം. ഇങ്ങോട്ട് പോയി 20 മീറ്റർ. അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്? തുടങ്ങിയ സ്ഥലവും ഇപ്പോഴുള്ള സ്ഥലവും അകലമാണ്. അപ്പൊ ഇത് 20 മീറ്ററാണ്. ഈ അകലമാണ് നമുക്ക് ആവശ്യം അല്ലേ?
ഹിയറാണ് ആവശ്യം. നോക്കാം നമുക്ക് എപ്പോഴും ഇങ്ങനെയൊക്കെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ എപ്പോഴും ഈ അകലമാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക, നമ്മളൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മട്ടത്രികോണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. നോക്കി, ഞാൻ ഇങ്ങനെ വരച്ച് കഴിയുമ്പോൾ ആ ഭാഗം വരെ മട്ടത്രികോണം കിട്ടിയല്ലേ. എങ്കിൽ നോക്കാം, ഇത് 8 സെന്റിമീറ്റർ ആണെങ്കിൽ 8 മീറ്റർ ആണെങ്കിൽ ഇത് എത്ര, 8 കിലോമീറ്റർ മീറ്റർ എന്താ പറയുക, 8 മീറ്റർ. സോ ഇതെന്തായിരിക്കും, ഇത് 8 ആയിരിക്കും അല്ലേ. ഇത് 8 ആയതുകൊണ്ട് ഇത് 8 ആയിരിക്കും. മൊത്തം 20 എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്, മൊത്തം 20 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയായിരിക്കും, 8 കഴിഞ്ഞിട്ട് ബാക്കി 12. ശരിയല്ലേ, ഇത് 12 ആയിരിക്കും. കാര്യമെങ്കിലല്ലേ മൊത്തം 20 ആവത്തുള്ളൂ. ഇത്ര 8 ആണ്, ബാക്കി 12. പിന്നെ ഇത് 5 ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും, 5 ആയത്, ഇതും 5 ആയിരിക്കും. ഈ സാധനം 5 ആയിരിക്കും. അപ്പോൾ ഈ സാധനം കിട്ടിയ ഒരു മട്ടത്രികോണം കിട്ടിയില്ലേ നമുക്ക്. ഈ മട്ടത്രികോണം നമുക്ക് എന്ത് ചെയ്യാം, ABC എന്ന് പേര് കൊടുത്താൽ കർണമല്ലേ കണ്ടുപിടിക്കേണ്ടത്, കർണം. ശരിയല്ലേ, കർണം വേണം. കാര്യം നീളം കൂടി 90-നെതിരെയുള്ള വശം കർണമല്ലേ. അപ്പോൾ കർണം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റുമല്ലോ. എന്താ ഫോർമുല, കർണം സ്ക്വയർ സമം പൈതഗോറസ് അനുസരിച്ച് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. എത്രയാ പാദം, എത്രയാ 12. 12 സ്ക്വയർ 144 പ്ലസ് ലംബം സ്ക്വയർ, അതായത് 5ന്റെ സ്ക്വയർ 25, അതായത് 169 എന്ന് കിട്ടും. കർണം സ്ക്വയർ സമം 169, കർണം സമം √169 സമം എത്രയാ, 13. നമ്മൾ ഒരുപാട് പറഞ്ഞ ചോദ്യം, ഇച്ചിരി സ്പീഡിനാണ് പറയുന്നത്. കാര്യം ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഈ സീരീസ് തന്നെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു, ഇങ്ങനത്തെ ചോദ്യങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ വളരെ പെട്ടെന്ന് ചെയ്തു പോകേണ്ടതാണ്. ഇതാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ ഒരുപാട് വരും. ആ റിപ്പീറ്റ് ചെയ്യുന്നത് ക്വസ്റ്റ്യൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ട് ബോറടിക്കുക അല്ല വേണ്ടത്. നമ്മളൊരു കാര്യം ചിന്തിക്കണം, നമ്മൾ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. മുൻപ് നമുക്കിത് ഇങ്ങനത്തെ ബോറടി ഇല്ലായിരുന്നു, കാര്യം എല്ലാം ഫ്രഷ് ചോദ്യങ്ങളായിരുന്നു അല്ലേ. അതിന്റെ കാരണം എന്താ, ഇപ്പം നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ ചെയ്ത് നമ്മൾ പ്രാക്ടീസ് ആയതുകൊണ്ടാണ് വീണ്ടും ഒരുപോലെയുള്ള മോഡൽ ചോദ്യങ്ങൾ നമ്മൾ വീണ്ടും കാണുന്നത്. സോ നമ്മൾ അത്രയും എക്സ്പീരിയൻസ്ഡ് ആയി എന്നാണ് മീനിങ്. സോ ഈ നീളം എന്താണ്, 13 സെന്റിമീറ്റർ, 13 മീറ്റർ ആണ്. സോ നമുക്ക് ആൻസർ 13. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 30 മിഠായികൾ കുറച്ചു പേർക്ക് വീതിച്ചു കൊടുത്തു. ഒരാൾ പറഞ്ഞു, നമ്മളിൽ ഒരാൾ കുറവായിരുന്നുവെങ്കിൽ എല്ലാവർക്കും ഒരു മിഠായി കൂടി കിട്ടിയേനെ. നിലവിൽ എത്ര പേരുണ്ട് എന്നാണ് ചോദ്യം. നോക്കാം, ഇതിൽ ആകെ 30 മിഠായികളുണ്ട് അല്ലേ. അപ്പോൾ ഓരോരുത്തർക്കും എത്ര, ഇവിടെ തന്നിരിക്കുന്ന ആൻസർ ആണ്. ഓപ്ഷൻ നമുക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ എന്താ ഓപ്ഷൻ കിടക്കുന്നത്, നിലവിൽ എത്ര പേരുണ്ട്. അപ്പോൾ നിലവിലുള്ള കുട്ടികളുടെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത് 4, 5, 6, 8. ശരിയല്ലേ. ഇതിൽ എന്താ ചെയ്യുന്നത്, നമുക്ക് നോക്കാം ഓരോ കുട്ടിക്ക് എത്ര കിട്ടുമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ 30 മിഠായികളുണ്ട്. 4 പേരുണ്ടായിരുന്നുവെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടുമായിരുന്നു, 30/4. ശരിയല്ലേ, 4 കുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ 30. കുട്ടികളുടെ എണ്ണം എത്രയാണ്, അത് ഡിവൈഡ് ചെയ്താൽ പോരെ. അപ്പോൾ 30 മിഠായികളുണ്ട്, 4 പേരുണ്ടായി, നിലവിൽ 4 പേരുണ്ടായിരുന്നു എങ്കിൽ എന്ത് കിട്ടും, 30/4. 30/4 നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റില്ല, 34 ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം, തൽക്കാലത്തേക്ക് മാറ്റാം. അത് വരാൻ സാധ്യത വളരെ കുറവാണ്, കാരണം ഡെസിമൽ വരും. ദെൻ 8നെ നമുക്ക് ഒഴിവാക്കാം, കാര്യം 30നെ 8 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല, എണ്ണം 8 ആണെങ്കിൽ പറ്റില്ല. ശരിയല്ലേ. ഇനിയുള്ള ഓപ്ഷൻ 5ഉം 6ഉം, കാര്യം 5ഉം 6ഉം കൊണ്ട് 30നെ ഹരിക്കാൻ പറ്റും. നമുക്കൊന്ന് ചിന്തിക്കാം, 5 പേര് നിലവിലുണ്ടോ എങ്കിൽ, നിലവിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരുണ്ട്, ദെൻ 6 പേരും ഉണ്ട്. 5 പേരുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരാൾക്ക് കിട്ടുന്നത് 30/5 6 എണ്ണമായിരിക്കും. ശരിയല്ലേ, ഒരാൾക്ക് കിട്ടുന്ന, ഒരു കുട്ടിക്ക് കിട്ടുന്ന മിഠായികളുടെ എണ്ണം 6 എണ്ണമായിരിക്കും കിട്ടുന്നത്, 6 എണ്ണം. ഇനി 6 പേരുണ്ടെങ്കിലോ 30/6 5 എണ്ണമായിരിക്കും കിട്ടുന്ന ഒരാൾക്ക് അല്ലേ, 5 എണ്ണം കിട്ടും. അപ്പോൾ ഇവിടെ 5 എണ്ണം കിട്ടും. 5 പേരുണ്ടെങ്കിൽ 6 എണ്ണം കിട്ടും, 6 പേരുണ്ടെങ്കിൽ 5 എണ്ണം കിട്ടും എന്നാണ് പറഞ്ഞത്. ഇനി ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞത് നമുക്ക് ഇത് ഓക്കെയാണ്. നോക്കിയേ, നമ്മളിൽ ഒരാൾ കുറവായിരുന്നുവെങ്കിൽ ഒന്ന് നോക്കി, ഈ 5 പേരെന്ന് പറയുന്നത് ഒരാൾ കുറഞ്ഞു, മീൻസ് 4 പേരായെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഒരു മിഠായി അധികം കിട്ടുമായിരുന്നു. ഈ 5 കുറഞ്ഞ് ഒരാൾ കുറയുമ്പോൾ 4 ആകുമ്പോൾ പിന്നെ 34 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ഓപ്ഷൻ കളയാം. ഈ ഓപ്ഷൻ ചിന്തിച്ചേ, 6 പേരുണ്ട്, ഒരു കുട്ടി കുറവായിരുന്നു വിചാരിക്കുക, അപ്പോൾ എത്രയായി, 5 ആയി. 30 നമുക്ക് എത്ര ഹരിക്കാം, 5 കൊണ്ട് ഹരിക്കാം, എത്ര കിട്ടും, 6 എന്ന് കിട്ടും. അപ്പോൾ നോക്കിയേ, നേരത്തെ 5 എണ്ണം കിട്ടിയ സ്ഥാനത്ത് ഇപ്പം 6 എണ്ണം കിട്ടുന്നുണ്ട്, ഒരെണ്ണം അധികം കിട്ടുന്നുണ്ട്. ശരിയല്ലേ. അപ്പോൾ എത്ര പേരായി നിലവിലുള്ളത് 6 പേരാണ്. അപ്പോൾ 6 പേര് നിലവിലുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യും, ഇപ്പോൾ നിലവിൽ 6 പേരുണ്ടെങ്കിൽ ഒരാൾക്ക് 5 എണ്ണം വെച്ചേ കിട്ടുള്ളൂ. പക്ഷേ ഒരാൾ കുറവായിരുന്നുവെങ്കിൽ, മീൻസ് 5 പേരായിരുന്നുവെങ്കിൽ ഒരാൾക്ക് 6 എണ്ണം വെച്ച് കിട്ടും, മീൻസ് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഒരു മിഠായി അധികം കിട്ടും. അപ്പോൾ ആൻസർ എന്താണ്, ആൻസർ 6 ആണ്. കൺഫ്യൂഷൻ ആയി പോകരുത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഞാനത് ഓപ്ഷൻ എന്നാണ് പറഞ്ഞത്, എക്സും വൈയെ കൂടി ചെയ്യാൻ പറ്റും, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് പോകുന്നത്. അപ്പോൾ ഇത് സിമ്പിളാണ്. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ ചോദ്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് കൂടുതലും മെന്റൽ അബിലിറ്റി ചോദ്യങ്ങളൊക്കെ ആയിരിക്കും വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ചോദ്യങ്ങൾ എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ, നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ 10 ക്വസ്റ്റ്യനിൽ എത്ര കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും നെക്സ്റ്റ് ക്ലാസ്സിൽ